ദേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം എറണാകുളം KSRTC സ്റ്റാൻഡിനകത്താണ്. കണ്ടപ്പോൾ തന്നെ ഏവർക്കും മനസ്സിലാക്കണം, ദേ ഞാനിവിടെ വന്നത് നമ്മുടെ ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ടാണ്. അപ്പോഴിന്ന് ഇവന്റെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടുവരാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചി സിറ്റി റൈഡ് എന്ന പേരിൽ നമ്മുടെ KSRTC കൊച്ചിയുടെ നഗരക്കാഴ്ചകൾ ഏറെ ആസ്വദിക്കാൻ കൊണ്ടുവന്ന മുതലാണ് നമ്മളുടെ മുമ്പിൽ ഈ കാണുന്നത്. KL15 587 TR 666. ഒരു കാലത്ത് തിരുവനന്തപുരം ഭരിച്ച ഒരു പടക്കുതിരയാണ് നമ്മുടെ കൊച്ചിയിൽ ഈ വന്നിരിക്കുന്നത്. ഈ കാണുന്നത് പുതിയ ബസ്സല്ല കേട്ടോ, ഇതൊരു പഴയ ബസ്സാണ്. ഏകദേശം ഒരു 34 വർഷത്തോളം പഴക്കമുള്ള KSRTCയുടെ റൂഫ് ഒക്കെ ഉണ്ടായിരുന്നു, ഡബിൾ ഡെക്കറി റൂഫ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇപ്പം റൂഫൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. ഈ കാണുന്നത് ഡ്രൈവർ ക്യാബിനാണ് കേട്ടോ. അപ്പം അത്യാവശ്യം അടിപൊളി ലുക്കിലാണ് KSRTC ഇവനെ അവതരിപ്പിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇത് സ്ലിപ്പ് ലൈറ്റ് ആണ് കേട്ടോ. രാത്രിയൊക്കെ നല്ല കാഴ്ചകളാണ് ഈ ബസ് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അതിമനോഹരമായ കാഴ്ചയല്ലേ, കളറൊക്കെ അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം പുതിയ ലുക്കിലാണ് ഇവന് ഇറങ്ങിയിട്ടുള്ളത്. KSRTCയുടെ തനത് കളർ കോഡിൽ തന്നെയാണ് ഈ ബസ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ അകത്തേക്കൊന്ന് കയറിയിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് കണ്ടുവരാം. പച്ച പരവതാനി വിരിച്ച് ഇട്ടിരിക്കുന്നു. മുകളിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് താഴത്തെ കാഴ്ചകൾ ഓരോന്നായിട്ട് കണ്ടുവരാം. ഏകദേശം ഇവിടെ 24 സീറ്റുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബസ്സിലെ മോഡേൺ സീറ്റുകളായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഴയകാല സീറ്റുകളൊന്നും തന്നെയല്ല ഇവിടെ. ഇതാണ് ഡ്രൈവർ ക്യാബിന് വരുന്നത് കേട്ടോ. പഴയ വണ്ടിയാണ്, ഓൾവിൻസ് അതാണ് എഴുതിയിരിക്കുന്നത് അല്ലേ, അങ്ങനെ തന്നെ ആയിരിക്കണം എഴുതിയിരിക്കുന്നത്. ഇതാണ് ക്യാബിന്, ഡ്രൈവർ ക്യാബിനാണ് ഈ വരുന്നത്. ഏകദേശം ഒരു 34 വർഷത്തോളം പഴക്കമുള്ള ബസ്സാണ് നോക്കണം. അതിൻ്റെ ക്യാബിനാണ് നമ്മളിപ്പം കണ്ടിരിക്കുന്നത്. ഇവിടെ കേരള പോലീസിൻ്റെ അടിയന്തര സാഹചര്യത്തിൽ വിളിക്കേണ്ട നമ്പറുകളൊക്കെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മൊത്തത്തിലുള്ള ആ ലുക്ക് വരുന്നത്. പുതിയ നമ്മുടെ ജനറൽ ബസ്സിലൊക്കെ കാണുന്ന രീതിയിലുള്ള സീറ്റുകളാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പഴയ ആ ബസ് ഉണ്ടല്ലോ, ഇന്ന് പുതുമയോടെ നിലനിർത്തിയിരിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് അടിയിൽ പരവതാനിയൊക്കെ, പച്ച പരവതാനിയൊക്കെ വെച്ച് ഡസ്റ്റ്ബിനൊക്കെ ഉണ്ട്. ഇതുവഴി മുകളിലോട്ടാണ് നമ്മൾ കയറി പോകേണ്ടത്. അപ്പോൾ ആ ബസ് അതേപോലെ തന്നെ നിലനിർത്തിയേക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. അതുകൂടാതെ തന്നെ ഉണ്ടല്ലോ, ഇവിടെ 2 ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടേബിൾ കൊണ്ട് വലിയൊരു ബെഞ്ച് സീറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് ബസ്സിൻ്റെ മുകളിലേക്ക് അപ്പർ ഡെക്കിലേക്ക് കയറിയുടെ അവിടുത്തെ കാഴ്ചകൾ ഓരോന്നായിട്ട് കാണാം. ഇവിടെ ആണെങ്കിലുണ്ടല്ലോ ഓപ്പൺ റൂഫാണ്, അതുകൊണ്ട് കാഴ്ചകൾ തടസ്സമില്ലാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഡെക്കിൽ ഏകദേശം 39 സീറ്റുകളോളമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുമ്പിലായിട്ട് വെച്ചിരിക്കുന്ന ഈ ഗ്ലാസ് ഉണ്ടല്ലോ, നമ്മുടെ കാഴ്ചയെ നല്ലപോലെ മറയ്ക്കുന്നുണ്ട്. പക്ഷേ സേഫ്റ്റി പർപ്പസിന്റെ ഭാഗമായിട്ട് ഇത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ മൂന്നാറിൽ കണ്ട പോലെയല്ല ഇതിന്റെ ഉൾവശം വരുന്നത്. അവിടെ ആണെങ്കിലുണ്ടല്ലോ റൂഫ് ഉണ്ടായിരുന്നു, അതും ഗ്ലാസ് റൂഫായിരുന്നു. ഇതാണെങ്കിൽ ഓപ്പൺ റൂഫാണ്. നമ്മുടെ തിരുവനന്തപുരത്തും ഇങ്ങനെ തന്നെയാണ്. സ്റ്റീൽ കമ്പികളൊക്കെ ചുറ്റും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഭംഗിയാണ് ഓപ്പൺ റൂഫ്. ഞാൻ ആദ്യമായിട്ടാണ് ഓപ്പൺ റൂഫ് ബസ്സിൽ പോകുന്നത്. ഇതാണ് ഭംഗിയെ മറയ്ക്കുന്ന കാഴ്ചയെന്ന് ഞാൻ പറയുന്നത്. ഇത് ഗ്ലാസ് ഒക്കെ വെച്ച് ഇവിടെയും സ്റ്റീൽ റോഡുകളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പിലോട്ട് നോക്കുമ്പോഴേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല, എണ്ണീറ്റ് തന്നെ നിന്ന് നോക്കണം. ഈ സീറ്റുകളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. മഴ പെയ്തു കഴിഞ്ഞാൽ ഉൾവശത്ത് മൊത്തം വെള്ളമാകും. സമയം 4:30 അടുത്തു. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെയൊക്കെ കാഴ്ച, ഉൾവശത്തെയൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയാണ്. ഇവിടുന്ന് ബസ് പുറപ്പെടുന്നത് 5 മണിക്കാണ് കേട്ടോ. 5 മണിക്ക് KSRTC എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ചിട്ട് ഏകദേശം 3 മണിക്കൂർ കൊണ്ട് നഗരം ചുറ്റി വരുന്ന കാഴ്ചയാണ് കൊച്ചി സിറ്റി റൈഡ് ഡബിൾ ഡെക്കർ ബസ്സിൽ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സാരഥി എന്ന് പറയുന്നത് ഷാജി ചേട്ടനാണ്. ആ പഴയകാല ബസ്സിനെ അതേപോലെ നിലനിർത്തിയിരിക്കുന്നത്. ഗിയറൊക്കെ കണ്ടോ, രസമാണല്ലേ. പവർ സ്റ്റിയറിംഗ് ഒന്നും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സമയം 5 മണിയോടെ അടുത്ത് നമ്മുടെ ബസ് ഇപ്പോഴും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് കേട്ടോ. യാത്രക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ എല്ലാം ടിക്കറ്റ് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പം കാണുന്നത്. KSRTCയുടെ 3ാമത്തെ ഡബിൾ ഡെക്കർ സംവിധാനമാണ്. 1ാമത്തെ തിരുവനന്തപുരത്തായിരുന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ട്. 2ാമത്തേത് മൂന്നാർ, അത് വൻ വിജയമായിരുന്നു. അതിൻ്റെ ഷോട്ട് പിടിച്ച് 6 മാസത്തിന് മുമ്പ് ഇതിൻ്റെ പാക്കേജ് നമ്മൾ കൊടുത്തായിരുന്നു. 6 മാസത്തിന് മുമ്പ് അന്നത്തെ ETO ടോണി, ജനറൽ സിയും ഞാനെല്ലാം ഉൾപ്പെടെ ഒന്ന് റൂട്ട് പോയി നോക്കിയതാണ്. അപ്പോൾ അന്ന് ഒരുപാട് തടസ്സങ്ങൾ കൊണ്ടുവന്നപ്പം കോർപ്പറേഷന് നോട്ടീസ് കൊടുത്താണ്. പക്ഷേ അവരൊന്നും അന്ന് വെട്ടി മാറ്റിയില്ല. ഇതിപ്പോൾ മന്ത്രി ഇനിഷ്യേറ്റീവ് ചെയ്താണ് വീണ്ടും ഈ സാധനം തുടങ്ങി വെച്ചത്. എല്ലാ ദിവസവും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെ നമ്മൾക്ക് ഇത് ടൂറുണ്ടാകണം. പിന്നെ മുകളിലത്തെ നിലയിൽ 300 രൂപയും താഴത്തെ ഡെക്കിൽ 150 രൂപയാണ് ഇതിൻ്റെ ചാർജ് ഈടാക്കുന്നത്. ഓൺലൈൻ വഴിയും ഇത് ബുക്ക് ചെയ്യാം. അല്ലാതെ തന്നെ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടെങ്കിൽ അല്ലാതെ തന്നെ കയറാം. നമ്മൾ ഇതുവഴി പോയിട്ട് അങ്ങ് ദേവരയ്ക്ക് അപ്പുറത്തുള്ള പാലത്തിൻ്റെ അവിടെ റൗണ്ട്, ആ വാക്കിംഗ് സീറ്റിൻ്റെ അവിടെ റൗണ്ടൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും. ഒരു 10 മിനിറ്റ് ആളുകൾക്ക് അവിടെ നടക്കുകയും ചെയ്യാം. ചായ കുടിക്കാനുള്ള സംവിധാനമുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വന്ന് ഹൈക്കോട്ട് ജെട്ടി ഹൈക്കോട്ട് വഴി
3 ഗോശ്രീ പാത കഴിഞ്ഞ് അങ്ങേയറ്റത്ത് ചെല്ലും. അവിടെ നിന്ന് വീണ്ടും റൗണ്ടപ്പ് ചെയ്ത് വന്ന് മറൈൻ ഡ്രൈവും ഇറങ്ങി തിരിച്ച് രാത്രി 8 മണിക്ക് വരത്തെ രീതിയിലാണ് ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഹൈക്കോർട്ടിലെ 17 അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു. ഈവൻ അഡ്വക്കേറ്റ് കാളീശൻ രാജ് ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെയും മറ്റും ഇനിയും കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ഈ പദ്ധതി വിജയകരമാക്കണം നിങ്ങളുടെ കൂടെ ചുമതലയാണ്. അത് തന്നെയാവും, കുഴപ്പമില്ല. ഞാനിവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററാണ്. എൻ്റെ പേര് ബൈജു. ഇന്നലെ ഞാനായിരുന്നു കോർഡിനേറ്റ് കൊണ്ട് പോയിരുന്നത്. ഇരിക്കുന്നതിന് കുഴപ്പമില്ല, അടിക്കത്തില്ല. എങ്കിൽ പോലും നീ എണീച്ച് നിൽക്കുമ്പോൾ നീ ശ്രദ്ധിച്ചോ. അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് എണീച്ച് നിൽക്കാം, പാട്ട് പാടാം, ഡാൻസ് ചെയ്യാം. മൈക്കുണ്ട്, സംവിധാനം എല്ലാം ഉണ്ട് കേട്ടോ. കോർഡിലെസ് മൈക്കും എല്ലാം ഉണ്ട്. പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടാം. എല്ലാവരും തങ്ങളിൽ പരിചയപ്പെടാം. നമ്മളതൊക്കെ പലയിടത്തും വന്നവരാണ്. ഇതൊക്കെയാണ് ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. ഇന്ന് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് പോകുന്ന മനുഷ്യരാണ്. അപ്പം മാക്സിമം എൻജോയ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ജോലി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇപ്പോഴ് സമയം ഏകദേശം ഒരു 5:15 കഴിഞ്ഞു. നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുകയാണ്. ഗിയറൊക്കെ മാറ്റുന്ന കാഴ്ച അത്രയ്ക്ക് രസകരമാണ്. പണ്ട് നമ്മൾ ആനവണ്ടിയിലൊക്കെ കണ്ട അതേ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴേ ഇങ്ങനെയുള്ള വണ്ടികളൊന്നും തന്നെ ഇല്ലെന്നാണ് സത്യം. ഞാൻ അപ്പർ ഡെക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സീറ്റ് നമ്പർ 1. യാതൊന്നും തന്നെ മുമ്പിലോട്ടൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഈ ഷീൽഡ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവരെല്ലാം ഉണ്ടല്ലോ നമ്മുടെ ബസ് തന്നെയാണ് നോക്കുന്നത്. എൻ്റെ സീറ്റ് ഇരുന്ന യാതൊന്നും തന്നെ കാണാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേ സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഞാൻ മൂന്നാർ പോയി യാത്ര ചെയ്തിട്ടുണ്ട് ഡബിൾ ഡെക്കർ ബസ്സിൽ. അതുകൊണ്ട് തന്നെ പേടിയൊന്നുമില്ല കേട്ടോ എനിക്ക്. ഇത് ദിലീപ് ചേട്ടൻ നമ്മുടെ കണ്ടക്ടറാണ് കേട്ടോ. അദ്ദേഹം സംസാരിക്കാനായിട്ട് ഇത് ചെയ്യുന്നതാണ്. പക്ഷേ ഈ മുകളിൽ നിൽക്കുന്ന വയറുകളൊക്കെ തന്നെ ഉണ്ടല്ലോ തലയിൽ തട്ടാൻ സാധ്യതയുള്ളതിനാൽ സംസാരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോഴേ നമുക്ക് കുറച്ചിട മെട്രോ എത്തുന്നത് വരെ, രാജാജി റോഡ് കഴിഞ്ഞ് MG റോഡിൽ കയറുന്നത് വരെ ഇതുപോലുള്ള കേബിൾസ് ഉണ്ട്. അവിടെയും ഇതുപോലുള്ള ധാരാളം കേബിളുകളുണ്ട്. അങ്ങനെ നമ്മൾ MG റോഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മെട്രോയുടെ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. നമ്മുടെ തല ഇപ്പം മുട്ടും എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും മുട്ടത്തില്ല കേട്ടോ. ഇത്ര ഉയരത്തിലിരുന്ന് കൊച്ചിയുടെ നഗര കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുന്നത് അത് വേറെ ഒരു ഫീലാണ്. ഈ കാണുന്നത് മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം ഗ്രൗണ്ട് ആണ് കേട്ടോ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊച്ചിയുടെ എല്ലാവിധ കാഴ്ചകളും നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മഹാരാജ് കോളേജ് മെട്രോ സ്റ്റേഷന്റെ അവിടെയായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളും. ബ്ലോക്ക് കിട്ടിയില്ലെന്ന് വിചാരിച്ചതേ ഉള്ളൂ, ബ്ലോക്ക് കിട്ടി. കൊച്ചിയിൽ ബ്ലോക്ക് ഇല്ലാതെ എന്ത് അല്ലേ. നമ്മുടെ ബസ്സിൽ ആൾക്കാരെല്ലാം കൊണ്ട് നിറഞ്ഞ് എല്ലാവരും തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. അങ്ങനെ ജോസ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് തേവരയ്ക്കാണ് പോകുന്നത്. ഈ റോഡിന് കുറുകെയുള്ള കേബിളുകളുടെ ഒക്കെ പ്രശ്നം ഗുരുതരമാണ്. നമ്മുടെ തലയിലേക്ക് എപ്പോഴാണ് ഇവ വന്ന് അടിക്കുന്നതെന്നാണ് നമ്മുടെ പേടി. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ടിൽ മരങ്ങളൊക്കെ തന്നെ ഇതുപോലെ താണു നിൽപ്പുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പേടിച്ച് യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഗേറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ചെയ്തിട്ട് യാത്ര ഏറെ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് പറയാൻ കാര്യം ഇതാണ്, നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ ഒരു പരിമിതമായ കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ തികച്ചും വ്യത്യസ്തമായിട്ട് അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ തന്നെ കണ്ട് കാഴ്ചകളൊക്കെ ഏറെ കണ്ട് ആസ്വദിച്ച് റിലാക്സ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ഇതുപോലെ നിൽക്കുന്ന കേബിളുകളും റോഡിന് കുറുകെ നിൽക്കുന്ന കേബിളുകളും ഒക്കെ തന്നെ നമ്മുടെ യാത്രയ്ക്ക് നല്ല രീതിയിൽ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഈ കാണുന്നുണ്ടോ, റോഡിന് കുറുകെ നിൽക്കുന്ന കേബിളാണ് നമ്മൾ ഈ കാണുന്നത്. പേടിപ്പെടുത്തുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരു യാത്ര. നമ്മുടെ ബസ്സിൻ്റെ ഉൾവശമാണ്. എൻ്റെ സീറ്റ് 1 ആയതുകൊണ്ട് മുമ്പിലെ കാഴ്ചകളൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കഴിവതും സീറ്റ് നമ്പർ 1 ബുക്ക് ചെയ്യാതിരിക്കുക. സീറ്റ് നമ്പർ 2 ബുക്ക് ചെയ്ത കാഴ്ചകൾ ഏറെയും കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, കൊച്ചി നഗരത്തിലെ കാഴ്ചയാണ് കേട്ടോ. കാൽനടക്കാർ ഉപയോഗിക്കേണ്ട പാത, ബൈക്കുകാർ കൈയടക്കി വെച്ചേക്കുന്ന കാഴ്ച. നമ്മുടെ യാത്രയിലുടനീളം മിക്കയിടത്തും നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ബസ്സിലേക്ക് യാത്ര ചെയ്യുന്നതിന് ആവശ്യമായ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം KSRTC ഡിപ്പോയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്ത് വാങ്ങാൻ പറ്റും. ഓൺലൈൻ KSRTC swift.com വഴിയും KSRTCയുടെ ആപ്പ് വഴിയും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളുടെ ബസ് തേവര എത്തിയിരിക്കുകയാണ്. തേവര ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ബസ് ഇപ്പം തേവര പാലത്തിലാണ് കയറുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ച അത്ര മനോഹരമാണ്. ഇവിടെ വലത് സൈഡിലായിട്ട് നമുക്കുണ്ടല്ലോ ഷിപ്പ്യാർഡ് കാണാൻ പറ്റും. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ തകൃതിയായിട്ട് തന്നെ കപ്പൽ പണികളൊക്കെ തന്നെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. സൺസെറ്റൊക്കെ അടുത്ത് വരുന്ന സമയമാണ് നമ്മൾ തേവര പാലത്തിൽ കയറിയിരിക്കുന്നത്.
വില്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ് നമ്മളുടെ ബസ് ഇപ്പം പോകുന്നത്. ഈ ഇടത് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് പഴയ വെണ്ടുരുത്തി പാലമാണ് നമ്മൾ കാണുന്നത്. റെയിൽവേ പാലം ഒക്കെ കാണാം. വേമ്പനാട്ട് കായലിലെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളുടെ ബസ് പാലത്തിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് മുകളിൽ എണ്ണീറ്റ് നിൽക്കാനായിട്ട് സാധിക്കും. ഇവിടെ കേബിളുകളുടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, മരങ്ങളുടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. ദേ നോക്കിക്കേ, അത്രത്തോളം നമ്മൾ ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. വേമ്പനാട്ടുകായലിൻ്റെ ആ ഭംഗി ഏറെ ആസ്വദിക്കാനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മളുടെ ഈ യാത്രയിൽ. സൺസെറ്റ് ഒക്കെ തന്നെ ഇങ്ങനെ ആയി വരുന്ന ആ സമയമാണ് നമ്മൾ കാണുന്നത്. ഷിപ്പ് യാർഡിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് ഈ യാത്രയിൽ ഇത്ര മുകളിൽ നിന്ന് ആസ്വദിച്ച് കാണാനായിട്ട് സാധിക്കുന്നതുമാണ്. ദേ അങ്ങ് ദൂരെ ഷിപ്പ് യാർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്ര മനോഹരമായ കാഴ്ച അല്ലേ. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് അറേബ്യൻ സീയും കാണാനായിട്ട് സാധിക്കും കേട്ടോ. തുറമുഖമാണ്. കാഴ്ചകളൊക്കെ തന്നെ കണ്ട് പാലമിറങ്ങി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വലത് സൈഡിലായിട്ട് നേവൽ ബേസ് ഒക്കെ തന്നെ കാണാനായിട്ട് ഈ യാത്രയിൽ സാധിക്കും. ദേ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം തന്നെ നമ്മുടെ ബസ്സാണ്, നമ്മൾ സഞ്ചരിക്കുന്ന ബസ്സാണ്, ഡബിൾ ഡെക്കർ ബസ്സാണ് നോക്കുന്നത് കേട്ടോ. കൊച്ചിയുടെ നഗരവീതിയിൽ രാജകീയമായ യാത്രയാണ് ഈ ബസ് നമുക്ക് തരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള മരച്ചില്ലകളും കയറി ഒന്ന് സൂക്ഷിക്കുക. ഇത് നമ്മുടെ കൊച്ചിയിലെ പഴയ എയർപോർട്ടാണ് കേട്ടോ. നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന എയർപോർട്ടാണ് നമ്മളിപ്പം കാണുന്നത്. ഇപ്പം ഇവിടെ ഫ്ലൈറ്റുകളൊന്നും തന്നെ ഇറങ്ങാറില്ല. ദേ ഇവിടെയാണെങ്കിലുണ്ടല്ലോ റെയിൽവേ ട്രാക്കിൽ ഇരിക്കുന്നത് കണ്ടോ ആൾക്കാരൊക്കെ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഇരിക്കുന്ന പോലെ. നല്ല രസമുണ്ടല്ലേ കാണാൻ തന്നെ. ഈ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പാലം കയറി ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാതെ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് കൊച്ചി പനവേൽ ഹൈവേയിൽ കുറച്ച് സഞ്ചരിച്ച് വോക്ക് വേയിൽ നിർത്തും. ഏകദേശം ഒരു 15 മിനിറ്റ് ബ്രേക്ക് ഇവിടെയുണ്ട്. വൈകാതെ തന്നെ ഈ സർവീസ് ഫോർട്ട് കൊച്ചിയിലേക്ക് നീക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയൊന്നും തന്നെ കേബിളുകളുടെയോ മരങ്ങളുടെയോ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇന്നി ചെന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ ചിത്രീകരിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ ബസ് കുറച്ചങ്ങോട്ട് വരുമ്പോഴത്തേന് തിരിച്ച് റിവേഴ്സ് എടുത്തിട്ട് ഇവിടെ തന്നെ ഒതുക്കിയിടും. ഇവിടുന്ന് നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാനുള്ള സൗകര്യം ഉണ്ട്. അവിടെ കുടിച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു 15 മിനിറ്റ് ബ്രേക്ക്. ഞാൻ താഴത്തെ ഡെക്കിലേക്ക് വന്നിരിക്കുകയാണ്. താഴത്തെ നിലയിൽ അല്ലേ, 2 നിലയാണല്ലോ ബസ്. അപ്പോഴേ ഇവിടെ നിന്നുള്ള കാഴ്ച ദേ ഇതാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴും അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബസ് വോക്ക് വേയിൽ നിർത്തിയിരിക്കുകയാണ്. ദേ ഇവിടെ നിർത്തി. ഇനി ഇവിടെ ഇന്നും ബസ്സിന്റെ കാഴ്ചകൾ നല്ല മനോഹരമാണ്, നല്ലതായിട്ട് കാണാൻ സാധിക്കും. ഈ വോക്ക് വേയിലൂടെയൊക്കെ നമുക്ക് ഒരു 10-15 മിനിറ്റ് നടക്കാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു അപ്പുറത്തുള്ളത് വേമ്പനാട്ട് കായലിന്റെ ഭാഗങ്ങളാണെന്ന്. ഇത് നമ്മുടെ അറബിക്കടലിലേക്ക് പതിക്കുന്നത് സ്ഥലം അപ്പുറം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്നാ കാണത്തില്ല, കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. ഇവർ രണ്ടും മനോരമ ന്യൂസിൽ നിന്നുള്ളവരാണ്. അടുത്ത വീഡിയോയിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഞാനും ഉണ്ടാകും മനോരമ ന്യൂസിൽ, എവിടെയെങ്കിലുമൊക്കെ കാണാന്നേ. ഇതാണ് ആ വോക്ക് വേ. ഇവിടെ നമുക്ക് ഇരുന്ന കാഴ്ചകളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. അവിടെ ആ കോഫി ഷോപ്പ് ഉണ്ട്. ദേ നമ്മുടെ ബസ് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഏകദേശം സമയം 6:17 ട്രാഫിക് നല്ല കൂടുതലായിരുന്നു ഇന്നേ ദിവസം. ഇവിടെ ഒരു 10-15 മിനിറ്റോളം നമുക്ക് വിശ്രമിക്കാം. നമ്മുടെ മറൈൻ ഡ്രൈവ് ഒക്കെ പോലെ. അത്ര ഇല്ലെങ്കിൽ പോലും അങ്ങൊരു പാലമൊക്കെ നമുക്ക് കാണാം. വേമ്പനാട് കായലിലെ സൗന്ദര്യം ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാനും സാധിക്കും. 10-15 മിനിറ്റത്തെ ബ്രേക്കിന് ശേഷം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ബസ്സിലേക്ക് കയറിയാണ് കേട്ടോ. പഴയകാല ബസ് ആയതുകൊണ്ട് കുറച്ച് പാടാണ് ഇതിനകത്തേക്ക് കയറാനായിട്ട് തന്നെ. കണ്ടില്ലേ, ബസ്സിന്റെ ബാക്കിൽ നിന്നുള്ള കാഴ്ച ഇതാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ നിന്നിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ തന്നെ കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട്. മുകളിലും താഴെയായിട്ട് 63 സീറ്റുകളാണ് ഈ ബസ്സിന് ടോട്ടലായിട്ടുള്ളത്. താഴെ കാലിയാണ് കേട്ടോ, ആളുകൾ ഒന്നും തന്നെ ഇല്ല. ഈ സർവീസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അറിഞ്ഞ് കേട്ട് വരുന്നതേ ഉള്ളൂ എല്ലാവരും. നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് MG റോഡ് വഴി നേരെ ജോസ് ജംഗ്ഷനിലേക്കാണ് തിരിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നത്. വന്ന വഴി തിരികെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി നമ്മൾ മറൈൻ ഡ്രൈവിന്റെ അവിടേക്ക് ഇറങ്ങും. ഏകദേശം ഇപ്പം 6:45 കൂടി എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് നമ്മൾ മുന്നേ കണ്ട ഷിപ്പ് യാർഡാണ്. ദേ ഇപ്പുറത്തായിട്ടുണ്ടല്ലോ പഴയ വെണ്ടുരുത്തി പാലത്തില് ദേ നേരെയായിട്ട് ഇന്ന് ചൂണ്ടയിടുന്ന കാഴ്ച. ഇത്രയ്ക്ക് മീനുകൾ ഇവിടെ നിന്ന് ലഭിക്കുമോ? അത്രയ്ക്ക് ആളുകളാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്ന് ചൂണ്ടയിടുന്നത് നമ്മൾ കാണുന്നത്. അങ്ങനെ പാലവും കടന്ന് നമ്മൾ നേരെ ജോസ് ജംഗ്ഷൻ വഴി മറൈൻ ഡ്രൈവിലേക്ക്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ പോകുന്ന മറൈൻ ഡ്രൈവിലേക്കാണ്. ഇവിടെ ദർബാർ ഹാൾ റോഡിലേക്കാണ് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ പ്രവേശിക്കും. ഇവിടെയായിട്ട് മെട്രോ പില്ലറുകളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇരുന്ന് ലെഫ്റ്റ് എടുത്ത് കട്ട് ചെയ്ത് നമ്മളിപ്പം പോകുന്നത്.
പോകുന്ന വഴിയിൽ നമുക്ക് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടും ക്ഷേത്രവും ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. ദർബാർ ഹാൾ റോഡിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ട്രാഫിക് ബ്ലോക്ക് നല്ല കൂടുതലായിരുന്നു, അതിനാലാണ് നമ്മൾ ഇത്ര താമസിച്ച് ഇവിടെ എത്തിയത്. ഇതാണ് എറണാകുളം ശിവ ടെമ്പിൾ, എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് ആണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ ബസ് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് നേരെ വലത്തേക്ക് തിരിഞ്ഞ് പാർക്ക് അവന്യൂ റോഡിലേക്ക് പ്രവേശിക്കും. ഇവിടെയാണ് ധാരാളം കാഴ്ചകൾ നമുക്കായിട്ട് കാത്തിരിക്കുന്നത്. ബസ്സിൽ പോകുമ്പോഴേ അത്രയ്ക്ക് ഉയരത്തിൽ നിന്നിട്ട് രാജേന്ദ്ര മൈതാനവും സുഭാഷ് പാർക്കും മഹാരാജാസ് കോളേജും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് സുഭാഷ് പാർക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ്സിലെ കാഴ്ചകൾ ഇനിയാണ് തുടങ്ങുന്നത്. എറണാകുളം ശിവ ടെമ്പിളിന്റെ എൻട്രൻസ് ആണ്, ഈ വശത്തെ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. മഹാരാജാസ് കോളേജും നമുക്ക് ഈ വഴിയിൽ കാണാനായിട്ട് സാധിക്കും. ഈ യാത്രയിലെ മഹാരാജാസ് കോളേജിന്റെ തൊട്ട് മുമ്പിലായിട്ടാണ് നമ്മുടെ സുഭാഷ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സായം സന്ധ്യയോട് അടുത്ത നിമിഷം ലൈറ്റുകൾ എങ്ങും തെളിഞ്ഞു. ഇവിടെ വരുമ്പോഴേ എണ്ണീറ്റ് ഇരിക്കുമ്പോൾ ഈ മരച്ചില്ലകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് വന്ന് അടിക്കും. ഇവിടെയായിട്ടാണ് എറണാകുളം ജില്ലാ ആശുപത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസും ഇവിടെ തന്നെയാണുള്ളത്. നല്ല ഭംഗിയാണ് ഇതുവഴി നമുക്ക് യാത്ര ചെയ്യാനായിട്ട്. ഇത്ര ഉയരത്തിരുന്ന് നമ്മളിപ്പം കാണുന്നതുണ്ടല്ലോ, സുഭാഷ് പാർക്കിന്റെ പല ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇതുവഴിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഉയരത്തിൽ നിന്ന് ഇത്ര ഭംഗിയായിട്ട് കാഴ്ചകളൊന്നും ആസ്വദിച്ചിട്ടില്ല. കൊച്ചിൻ മുനിസിപ്പൽ കോർപ്പറേഷനാണ് അത്. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഇടത് സൈഡിലായിട്ട് കാണുന്നത് KSRTCയുടെ ബോട്ട് ജെട്ടി സ്റ്റാൻഡാണ്. എറണാകുളം ബോട്ട് ജെട്ടി സ്റ്റാൻഡാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഉദ്ഘാടനം നടന്നത്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് സർവീസ് തുടങ്ങിയതും. BSNL ഓഫീസും ചിൽഡ്രൻസ് പാർക്കും ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ ബസ് എറണാകുളം റവന്യൂ ടവറിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് റവന്യൂ ടവർ. കാഴ്ചകൾ ഇനി വേറെ. ഇത് ലോ കോളേജാണ് കേട്ടോ, ലോ കോളേജാണ്, എറണാകുളം ലോ കോളേജാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മരങ്ങളിൽ നിന്നൊക്കെ പൂക്കളൊക്കെ നമുക്ക് ഇത്ര കയ്യെത്തും ദൂരത്ത് ഒക്കെ തന്നെ കാഴ്ച കണ്ട് ആസ്വദിച്ചു പോകാനായിട്ട് സാധിക്കും. നല്ല ബ്ലോക്കാണ് കേട്ടോ. എറണാകുളത്ത് വന്നിട്ട് നല്ല ബ്ലോക്ക് കിട്ടി. ഇപ്പം സമയം 7-9 ഇനി നമുക്ക് വല്ലാർപാടമൊക്കെ പോകാനായിട്ടുള്ളതാണ്. ഇത് ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ, എറണാകുളം ഗസ്റ്റ് ഹൗസ് ആണ് നമ്മൾ ഈ കാണുന്നത്. എത്ര ഭംഗിയാണ് ഈ കാഴ്ച നോക്കി. അമ്പരച്ചുംബികളായി നിൽക്കുന്ന കെട്ടിടങ്ങൾ, അവയുടെ നടുക്ക് ലൈറ്റൊക്കെ ഇട്ട് അല്ലേ, അടിപൊളി കാഴ്ച. ഇതാണ് മേനക ജംഗ്ഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയും നല്ല തിരക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതും മുകളിലിരുന്ന് കാഴ്ചകൾ കാണാം. ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ നമുക്ക് അത്ര വിസിബിലിറ്റി ഒന്നും തന്നെ രാത്രിയിൽ നമുക്കില്ല. നമുക്ക് നോക്കുമ്പം തന്നെ അത് മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ബസ് മറൈൻ ഡ്രൈവിന്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ താമസിച്ചില്ലായിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഇവിടേക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ തന്നെ കാണാനായിട്ട് അവസരം ലഭിച്ചേനെ. നമ്മൾ ബ്ലോക്ക് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി വല്ലാർപാടത്തേക്കിന് നമുക്ക് പോവേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബസ്സിൽ നിന്ന് വന്ന പലരും തന്നെ മറൈൻ ഡ്രൈവിൽ ഇറങ്ങി നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെയാണ് പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഷൺമുഖം റോഡാണ്. ഇവിടുന്ന് നേരെ പോയിട്ട് വല്ലാർപാടം കയറാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതുപോലുള്ള മരച്ചില്ലകൾ ഏറെയാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. നിൽക്കുമ്പോൾ ഇവിടെ ബസ്സിന്റെ മുകളിൽ നിന്ന് സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിച്ചേ പറ്റൂ. നമുക്ക് ഈ വഴി നമ്മുടെ മറൈൻ ഡ്രൈവിലേക്കും അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനിൽ, ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷനിലേക്കും പോകാം. നമ്മൾ ഇവിടെ നിന്ന് നേരെയാണ് പോകുന്നത്. വലത് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് ബാനർജി റോഡാണ് കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇതുവഴി വരുമ്പോഴേ ചില്ലകളൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന കാണാം, സൂക്ഷിക്കണം. അതുപോലെ നമ്മുടെ ദേശീയ മത്സ്യ ഗവേഷണ കേന്ദ്രവും ഒക്കെ തന്നെ കാണാം. എത്ര ഭംഗിയാണ് ഇത് കാണാനായിട്ട് നോക്കിയത്. വലിയൊരു ഫ്ലാറ്റ് ആയിരിക്കാം, ഫ്ലാറ്റ് സമുച്ചയമാണ് നമ്മളുടെ മുമ്പിൽ കാണുന്നത്. എനിക്കറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് വല്ലാർപാടത്തേക്കിനാണ് കേട്ടോ. ഇതാണ് ബോൾഗാട്ടി ബ്രിഡ്ജ്. കൊല്ലത്ത് നിന്ന് കോട്ടപ്പുറത്തേക്കിന് പോകുന്ന ജലപാത ഇതുവഴിയാണ് പോകുന്നത്. ഇതാണ് ബോൾഗട്ടി ജെട്ടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ വലിയൊരു ഷിപ്പ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് ബോൾഗാട്ടി ജെട്ടി എന്ന് പറയുന്നത്. ഉൾനാടൻ ജലഗതാഗത പാതയാണ്. ഇവിടെ തന്നെ അടുത്തായിട്ട് തന്നെയാണ് ബോൾഗാട്ടി പാലസ് ഒക്കെ തന്നെ ഉള്ളത്. അങ്ങ് ദൂരെയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ആണ് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് ആ നീലവെട്ടം കാണുന്നത് വല്ലാർപാടം പള്ളിയാണ് കേട്ടോ. അവിടെയൊക്കെ തന്നെ നമ്മുടെ ബസ് പോകുന്നുണ്ട്. നമ്മുടെ ഈ യാത്രയിൽ 3 ബോൾഗാട്ടി പാലങ്ങളും കടന്നിട്ടാണ് നമ്മുടെ ബസ് യാത്ര ചെയ്യുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ അടുത്തേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. ഇവിടെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്
ഇത് ജങ്കാറുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാഹനങ്ങളൊക്കെ കയറ്റി അക്കരെ കരയിലേക്ക് കൊണ്ടുപോകത്തില്ല, അതിനുപയോഗിക്കുന്ന ജങ്കാറുകളൊക്കെയാണ് നമ്മളിത് ഇവിടെ കാണുന്നത്. ഈ രാത്രി ആയതുകൊണ്ട് അത്രയ്ക്ക് നല്ലതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ തുറമുഖ വിശ്രമ കേന്ദ്രം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങ് ദൂരെയായിട്ട് നമുക്ക് അടുത്തായിട്ട് കാണാൻ സാധിക്കും എൻട്രി, അതായത് ഈ കണ്ടെയ്നറൊക്കെ തന്നെ വന്ന് അകത്തേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഉയരത്തിൽ ഇരുന്നാലേ ഇത്രയ്ക്ക് ഉയരത്തിൽ ഇന്ന് തന്നെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രീതിയിലുള്ള ബ്ലോക്കാണ് ഇവിടെയുള്ളത്. അത് കണ്ടെയ്നർ, ട്രെയിലർ അങ്ങനെ രീതിയിലുള്ള വാഹനങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പം കയറുന്നതുണ്ടല്ലോ ഫ്ലൈ ഓവറിലേക്കാണ് കയറുന്നത്. ഇവിടെ ഇന്ന് നമുക്കുണ്ടല്ലോ ഈ വല്ലാർപാടത്തിൻ്റെ ആ ഭംഗി ഏറെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ. രാത്രിയൊക്കെ ആകുമ്പോഴേ ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. കണ്ടോ, അത്രയ്ക്ക് മനോഹരമായ കാഴ്ച. നമ്മുടെ ബസ്സിലിരിക്കുന്നവരെല്ലാം തന്നെ ഈ യാത്ര ഏറെയും ആസ്വദിച്ചത് ഇവിടെ ആയിരിക്കും. ഇത് എക്സിറ്റ് ഗേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ഭംഗിയാണ് നമുക്കിവിടെ കാണാനായിട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വല്ലാർപാടം പള്ളിയും വരുന്നത്. നമ്മൾ തിരിച്ചു വരുമ്പോഴേ അവിടെ എല്ലാം തന്നെ കയറും. ഇവിടെ നോക്കിക്കേ, ട്രെയിലറുകളൊക്കെ തന്നെ കിടക്കുന്ന കണ്ടോ, നിരയായിട്ട് വലിയ വാഹനങ്ങളും ലോറികൾ ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കണ്ട് ആസ്വദിച്ചിട്ട് പോകാനായിട്ട് സാധിക്കുവേ. അത് വണ്ടിയോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം. അങ്ങനെ അവസാനത്തെ ഗോശ്രീ പാലത്തിലും നമ്മൾ കയറിയിരിക്കുകയാണ്. ഈ പാലം ഇറങ്ങി ചെല്ലുന്നിടത്തായിട്ട് അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ് വൈപ്പിൻ ഫിഷിംഗ് ഹാർബർ. ഇതാണ് കാളമുക്ക് ജംഗ്ഷൻ. ഇവിടെ വരെ ഉള്ളൂ നമ്മുടെ ബസ്. ഇവിടുന്ന് ഈ റൗണ്ട് വളഞ്ഞ് വല്ലാർപാടം പള്ളിയിൽ കയറിയിട്ട് തിരിച്ച് മറൈൻ ഡ്രൈവ് എത്തി ബാനർജി റോഡിൽ കയറി MG റോഡ് വഴി രാജാജി റോഡ് വഴിയാണ് നമ്മുടെ KSRTC സ്റ്റാൻഡിലേക്ക് നമ്മുടെ ബസ് എത്തുന്നത്. എറണാകുളം ഡിപ്പോ സ്റ്റാൻഡിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി തിരിച്ച് 8 മണിക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് കൊച്ചി സിറ്റി സർവീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ യാത്രയിൽ ഒരാൾക്ക് ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് അപ്പർ ഡെക്കിലേക്ക് 300 രൂപയും താഴെ ലോവർ ഡെക്കിലേക്ക് 150 രൂപയാണ് ടിക്കറ്റിനാകുന്നത്. ഈ കാണുന്ന നീല വെളിച്ചം കണ്ടില്ലേ, അതാണ് വല്ലാർപാടം പള്ളി. അവിടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് നമുക്ക് റിസർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബസ് വല്ലാർപാടം പള്ളിയുടെ അകത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് വല്ലാർപാടം പള്ളി. ഇവിടെ ആയിട്ടൊരു കൊടിമരം ഉണ്ട് കേട്ടോ. പായ്ക്കപ്പലിലൊക്കെ കാണുന്ന രീതിയിലാണ് ഈ കൊടിമരം പണിതിട്ടുള്ളത്. ഒരു 5-10 മിനിറ്റ് നമുക്ക് ഇവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ തന്നെ കാണാം. വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. ഹൈക്കോടതി റോഡാണ് നമ്മൾ ആ കാണുന്നത്. അത് തന്നെ ആയിരിക്കും അത്. നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില്ലകളൊക്കെ തന്നെ സൂക്ഷിക്കുക, മരച്ചില്ലകളൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കണേ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ബാനർജി റോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ബാനർജി റോഡ് വഴി നമ്മൾ നേരെ ചെല്ലുന്നത് MG റോഡിലേക്കാണ്. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നമ്മൾ പോകുന്നത്. ഇതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ബിൽഡിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ കാഴ്ചയല്ലേ. അങ്ങനെ ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ നിന്നിട്ട് നമ്മൾ MG റോഡ് കയറി രാജാജി റോഡ് വഴി നേരെ സ്റ്റാൻഡിലേക്ക്. MG റോഡും മെട്രോ സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. രാത്രിയിൽ കൊച്ചി കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതും വേറെ ഒരു വൈബേ. എനിക്ക് പറയാനുള്ളത് ഇതാണ്, കൊച്ചി സിറ്റി റൈഡ് വിപുലീകരിക്കണം. തിരുവനന്തപുരത്തൊക്കെ വന്നതുപോലെ തന്നെ പുതിയ ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ തന്നെ കൊച്ചിയിലേക്ക് വരണം. ഫോർട്ട് കൊച്ചി വരെ സർവീസ് നീട്ടണം. നമ്മൾ പോകുന്ന വഴിയിലുള്ള തടസ്സമായിട്ടുള്ള ഈ കേബിളുകളും മരങ്ങളും ഒക്കെ തന്നെ മാറ്റുന്നതിന് KSRTCയും KSEBയും അതുപോലെ തന്നെ കോർപ്പറേഷനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോഴേ തടസ്സമില്ലാതെ കാഴ്ചകൾ ഞങ്ങൾക്ക് ഏറെ ആസ്വദിക്കാമല്ലോ. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പോയ നമ്മുടെ എറണാകുളം KSRTC സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സമയം ഏകദേശം ഒരു 8:30 അടുത്തിരിക്കുകയാണ്. ട്രാഫിക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. അല്ലെങ്കിൽ 8 മണിക്ക് അവസാനിക്കേണ്ട ട്രിപ്പായിരുന്നു നമ്മുടെ ട്രിപ്പ്. നമ്മുടെ ബസ് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മളെല്ലാവരും തന്നെ ഇറങ്ങിയാണ് ഇവിടുന്ന്. റൂഫ് ഇല്ലാത്തത് കൊണ്ട് കാഴ്ചകൾക്കൊന്നും ആസ്വദിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങിയാണ്. നല്ല രസമുണ്ട് ഇറങ്ങാൻ തന്നെ അല്ലേ. പുറത്തിറങ്ങിയിട്ടെ നമ്മുടെ ബസ് ഞാൻ കാണിക്കാമേ. ഇതാണ് നമ്മുടെ ബസ്, നമ്മൾ വന്ന ബസ്. ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടോ, പച്ചയും ഓറഞ്ചും ഒക്കെ ആയിട്ട് ഭംഗി ഏറെയാണ്. പക്ഷേ മൂന്നാറിലെ KSRTC ബസ്സിന്റെ അത്രയും ഭംഗി നമ്മുടെ ഈ ബസ്സിന് ഇല്ല കേട്ടോ. അത് റോയൽ ബ്ലൂ കളറിൽ അടിപൊളി ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ഒരു ബസ്സാണ്. ഇതാണെങ്കിൽ നമ്മുടെ നാടൻ ശൈലിയുള്ള KSRTC ബസ്. ഈ ഇന്ത്യൻ ഓയിലിൻ്റെ ഇതുണ്ടല്ലോ, ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കാതെ ആരും ഇരിക്കരുത്. മുകളിലിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ പെട്രോൾ പമ്പിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ കാണുന്ന ഈ ഭാഗം.
തല തട്ടാനുള്ള ചാൻസ് ഏറെയാണ്. അപ്പോൾ സമയം 9:09 അടുത്തു. നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ദേടി ഈ ഭാഗത്തായിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നാളെ വൈകിട്ട് 5 മണിക്ക് സർവീസ് പുനരാരംഭിക്കും. വരുന്നവരെല്ലാം തന്നെ ഉണ്ടല്ലോ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. എറണാകുളത്ത് നിന്ന് ഇനി എനിക്ക് പോവേണ്ടത് കോട്ടയത്തേക്കാണ്. ബസ്സുകൾ ഒരുപാടുണ്ട് കോട്ടയത്തേക്കിന്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.